ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബംഗ്ലാവിൽ ഔദ എന്ന ക്ലാസിക്കൽ കൾട്ടിന് ശേഷം നമ്മൾ കാഴ്ചവെക്കുകയാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു കാടും കാട്ടിനകത്തുള്ള ഒരു പ്രേതം ചുറ്റി നടക്കുന്ന ഒരു കൊട്ടാരവും ഒക്കെയാണ്. പ്രേതം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മോന്തയൊന്നും ഒരിക്കലും കാണിക്കില്ല. പക്ഷേ ഒരിടത്ത് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ അതങ്ങനെ അവിടെ തന്നെ ഇരുന്നോളും. എൻ്റെ ഇത്രയും കാലമുള്ള സിനിമ കാണൽ ജീവിതത്തിൽ ഇത്രയും മടിയുള്ള ഒരു പ്രേതത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ആയുർവേദ കോളേജിൽ നിന്ന് കുറേ കുട്ടികൾ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇവരെയൊക്കെയാണ്. സ്റ്റുഡൻസിന് അഭിനയിക്കാൻ പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സംവിധായകനും നിർമ്മാതാവും അവരുടെ അമ്മായിമാരെയും കൊണ്ട് അഭിനയിപ്പിച്ച്. പിന്നെ വലിയ കോളേജൊക്കെ ആണെങ്കിലും ആകെ 2 സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, ഒരു അധ്യാപകനും ഒരു അധ്യാപികയും. ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ മാനേജർ പിരിച്ചുവിട്ടു. ഇയാളെ കയറി എല്ലാവരും പാച്ചു അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ മുത്തച്ഛൻ എന്നാണ് വിളിക്കേണ്ടത്. അങ്ങനെ അവരെ ടൂർ കൊണ്ടുപോകാൻ വേണ്ടി അനൂപ് മേനോൻ ചന്ദ്രൻ ബസ്സിൻ്റെ ഡ്രൈവറായിട്ട് വരികയാണ്. ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും പോരാഞ്ഞിട്ട് നായികയുടെയും നായകൻ്റെയും വക ഒരു അവിഞ്ഞ പാട്ടും റൊമാൻസും ഒക്കെയുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ ബസ് പോയി ആനപ്പാറ എന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആകുന്നു. എനിക്ക് അപ്പോഴേ തോന്നി, എന്തായിരുന്നു പാട്ടും ഡാൻസും നാശം. അങ്ങനെ എല്ലാവരും കൂടി നട്ടപ്പാതിരക്ക് കൊച്ചുപ്രേമൻ്റെ ചായക്കടയിൽ പോയി കട്ടൻ ചായ കുടിക്കുന്നു. അവിടെ വെച്ച് ഒരു ചുബ്ബച്ചേട്ടൻ അവരോട് പറയും, എല്ലാവരും ബ്രിട്ടീഷ് ബംഗ്ലാവിൽ പോയി താമസിച്ചോളും, അതേ നമ്മുടെ പ്രേതമുള്ള അതേ ബംഗ്ലാവിൽ തന്നെ. അങ്ങനെ പിള്ളേരും മാഷും ടീച്ചറും എല്ലാവരും കൂടി ആ ബംഗ്ലാവിലെത്തുന്നു. അവിടെ ആകെ ഉള്ളതൊരു വേലക്കാരി ജാനുവും പിന്നെ ഒരു വേലുവും. ഈ ജാനു എന്നുള്ളത് വേലക്കാരികളുടെ ആസ്ഥാന നാമമാണ്. പിറ്റേന്ന് എല്ലാവരും മാഷും ടീച്ചറും എല്ലാവരും കൂടി കാട്ടിൽ പോകും. എന്നിട്ട് അവിടെ മരുന്നൊക്കെ പറിക്കാനാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒരു പാട്ട് വീണ്ടും കുത്തിക്കയറ്റി. ഇതുവരെ നിങ്ങൾ യഥാർത്ഥ നായകനെ കാണാണ്ട് വിഷമിച്ചിരിക്കാൻ വരാൻ പോകുന്നു. ഇതാണ് നമ്മുടെ ഹീറോ. തൻ്റെ മരണം സ്റ്റാർ എന്ന ഇമേജ് മാറ്റാൻ വേണ്ടി ഈ മാരണത്തിനാണല്ലോ അദ്ദേഹം തല വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലപ്പുറം മികച്ച ഒരു തിയേറ്റർ ആർട്ടിസ്റ്റുമാണ്. പിന്നെ ഈ ചിത്രത്തിലും തന്നെ ഏൽപ്പിച്ച പണി അദ്ദേഹം മോശമല്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ വേലുവായിട്ട് അഭിനയിച്ച ഒരുത്തനുണ്ട്, അവനെ എടുത്ത് കിണറ്റിലിടാൻ തോന്നിയിട്ടുണ്ട്. അമ്മാതിരി കോമഡിയാണ് അവൻ്റെ വക. ശരിക്കുള്ള പേരെന്തോന്നാ? ശരിക്കുള്ള പേര് വേലു. ഇതിലേതാടേ വേലു? ഈ നിൽക്കുന്ന എലുമ്പനാണ് വേലു. എടേ, ഈ പേരിന് പിറകിലൊരു കഥയുണ്ട്. അണ്ണാ, കഥ പറയുമ്പോ എരിവും പുളിയും ചേർത്ത് പോരാത്തതിന് ഇഷ്ടം പോലെ ബോഡി ഷേമിങ്ങും. അങ്ങനെ അന്ന് രാത്രി ഈ പ്രേതം തുണിക്കച്ചവടക്കാരിയുടെ പ്രേതമാണെന്നാണ് തോന്നുന്നത്. ഒരു ദിവസം രാത്രിയിൽ പെൺകുട്ടികൾ എല്ലാവരും കൂടി ഡ്രസ്സൊക്കെ അടിച്ചു മാറ്റി മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാനിടും. പിന്നെ പ്രേതമായാലും മനുഷ്യനായാലും മനുഷ്യൻ്റെ ഡ്രസ്സ് അടിച്ചു മാറ്റുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. അങ്ങനെ പുറത്തുള്ള ഡ്രസ്സ് എടുക്കാൻ പോയ ആ 3 പെൺകുട്ടികളെയും പ്രേതം കിഡ്നാപ്പ് ചെയ്യുന്നു. അതെ, സാധാരണ പ്രേതങ്ങൾ ചോരയൂറ്റി കുടിക്കുകയോ പേടിപ്പിച്ച് കൊല്ലുകയാണെങ്കിൽ ഈ പ്രേതം ഒരു വെറൈറ്റിക്കായിട്ട് കിഡ്നാപ്പ് ചെയ്യുന്നു. എന്തൊക്കെയായാലും സൗണ്ട് എഫക്റ്റിനൊന്നും വീഡിയോ എഫക്റ്റിനൊന്നും ഒരു കുറവും വരണ്ടെന്ന് വെച്ചിട്ട് ഇഷ്ടം പോലെ കളങ്കളം എഫക്റ്റൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ മിസ്സിങ്ങിനെ പറ്റിയിട്ട് പോലീസൊക്കെ അന്വേഷിക്കാൻ വരുന്നു. പ്രേതം വെള്ള സാരിയൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി മുല്ലപ്പൊക്കെ ചൂടി ഇങ്ങോട്ട് മാറിക്കടി. അതെ, എനിക്കും തോന്നിയൊരു സംശയമാണത്. ഈ പ്രേതങ്ങൾക്ക് വെള്ള സാരിയും ബ്ലൗസും ഒക്കെ കറക്റ്റ് അളവിന് തയ്പ്പിച്ച് കൊടുക്കുന്ന ആ ടൈലർ ആരായിരിക്കും? അങ്ങനെ അന്ന് രാത്രിയിൽ തന്നെ മുങ്ങിയ അനൂപ് ചന്ദ്രനെ തേടി പോലീസ് പോകുന്നു. അങ്ങനെ അണ്ണനെ ചീട്ട് കളിക്കുന്നതിനിടയിൽ പോലീസ് പൊക്കുന്നു. ഇതിപ്പോൾ പൈസ വെച്ച് ചീട്ട് കളിച്ചതിനാണോ വേറെന്തിനോ ആണെന്നുള്ളത് ആർക്കറിയാം. ഇതിൻ്റെ ഇടയിൽ ഈ മിസ്സായ പെൺകുട്ടികളുടെ ഒരാളുടെ അപ്പൻ റൂറൽ SP ആയിരുന്നു. ഇനിയുള്ള കഥ ഞാൻ ചുരുക്കി പറയാം, അമ്മാതിരി പടമാണ്. യഥാർത്ഥത്തിൽ ഈ ചായക്കടക്കാരൻ കൊച്ചുപ്രേമൻ്റെ മകൾ ലേഖ യഥാർത്ഥത്തിൽ അയാളുടെ മകൾ അല്ല. ആ കുട്ടിയുടെ പേരാണ് ലേഖ. അവൾ ആണ് ഈ പെൺകുട്ടികളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലേഖയുടെ അമ്മയും അനിയത്തിയും കൂടി ഒരു ദിവസം ബ്രിട്ടീഷ് ബംഗ്ലാവിലെ മുതലാളിയെയും SP സാറിനെയും ഒക്കെ കാണാൻ പോകും. എന്നിട്ട് അവിടെ വെച്ച് കള്ളും കുടിച്ച് ബോധമില്ലാതിരിക്കുന്ന ഈ സാറന്മാരുടെ ഇടയിൽ ഇവളുടെ അമ്മയായിട്ടുള്ള ചെറുപ്പക്കാരിയായിട്ടുള്ള മകളെയും നിർത്തി അടുക്കളയിൽ പോയി സലാഡ് എടുക്കുന്നു. പിന്നീട് തിരിച്ചു വരുമ്പോഴേക്ക് നടന്ന എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആസ് യൂഷ്വൽ ബാലൻ കെ നായർ മുതൽ TG രവിയും റിയാസ് ഖാനും ഒക്കെ ചെയ്യുന്ന അതേ വില്ലൻ പരിപാടി തന്നെ. അവിടെ റേപ്പൊക്കെ നടന്നു കഴിയുന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ അമ്മയും മകളെയും ഒക്കെ കൊന്നും കയറ്റി മുതലാളിയും ടീമും പുഴയിലെറിയുന്നു. അവരാ കേസ് അങ്ങനെ മുക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഈ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും സൗണ്ട് എഫക്റ്റ് വെച്ചിട്ട് ഇമേജൊക്കെ കുത്തിക്കയറ്റിയ ഡയറക്ടർ ബ്രില്യൻസ് എന്താണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും വീണ്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിന് പ്രതികാരം ചെയ്യാനാണ് ലേഖ അനൂപ് ചന്ദ്രനുമായി പ്രണയം നടിച്ചത്. പാവം, ബസ് ബ്രേക്ക് ഡൗൺ ആക്കി കുട്ടികളെ ആ ബംഗ്ലാവിൽ അങ്ങനെ എത്തിക്കുന്നു. എനിക്ക് അതിൻ്റെ ഇടയിലും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും
കുറച്ച് അള്ളിൻ്റെ ആവശ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ ബസ് അവിടെ പിടിച്ചിടാൻ വേണ്ടി. അങ്ങനെ നല്ല പോലീസ് പ്രതികളായിട്ടുള്ള SP അടക്കം 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നു. ലേഖ അവരുടെയൊക്കെ പാവം പെൺകുട്ടികളെ വെറുതെ വിടുന്നു. അങ്ങനെ വടം തീരുന്നു. ബൈ ബൈ. പിന്നെ അഭിപ്രായങ്ങൾ വിമർശനങ്ങളായാലും എന്തായാലും സ്വീകരിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബൈ.